നമസ്കാരം. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് സൗദി അറേബ്യയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദിയെ പോലുള്ള ഏറ്റവും സമ്പന്നമായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് നിയന്ത്രണങ്ങൾ ഇപ്പോൾ അവിടെ എടുത്തു കളഞ്ഞിരിക്കുന്നു. സൗദിയെ ലോകത്തിന് മുന്നിൽ പുതിയൊരു മുഖമാക്കി മാറ്റാൻ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരൻ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷേ 2034 ലോകകപ്പ് ഫുട്ബോളിനും സൗദി അറേബ്യ വേദിയാകുന്നത്. ഇപ്പോൾ ഒരു വിവാദം ഉയരുകയാണ്. 2034 സൗദി അറേബ്യ ലോകകപ്പിന് വേദിയാകുന്ന സാഹചര്യത്തിൽ അവിടെ നിലനിൽക്കുന്ന മദ്യനിരോധനം പിൻവലിക്കും എന്നായിരുന്നു വാർത്ത. ചില മദ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട സൈറ്റുകളാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 73 വർഷമായി മദ്യനിരോധനം നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മദ്യനിരോധനം പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യം ഇപ്പോൾ സൗദി സർക്കാർ അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അവരുടെ ഭാഗം ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്ന് വെച്ച് ഞങ്ങളുടെ സംസ്കാരം മറ്റുള്ളൊരു സംസ്കാരത്തിന് വേണ്ടി അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് സൗദിയുടെ നിലപാട്. നിരവധി പഞ്ചനക്ഷത്ര ഹോട്ടൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും അടുത്ത വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പലരും എത്രയും നേരത്തെ അവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു ചോദ്യം, ഇത്രയും വലിയ പടുകൂറ്റൻ നക്ഷത്ര ഹോട്ടലുകൾ ഉയരുമ്പോൾ അവിടെ മദ്യം വിൽക്കേണ്ടി വരില്ലേ എന്നാണ്. മദ്യവും ഈ നക്ഷത്ര സംവിധാനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. എന്നാൽ സൗദി അറേബ്യ ആകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അവരുടെ നയം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും സൗദി അറേബ്യയിൽ മദ്യനിരോധനം പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഇപ്പോൾ അവരുടെ നിലപാട്. പലർക്കും ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നാനുള്ള കാരണം കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ ഒരു മദ്യശാല തുറക്കാൻ അനുമതി നൽകിയതോടുകൂടിയാണ്. ഈ മദ്യശാലയിൽ പക്ഷേ സ്വദേശികൾക്ക് മാത്രമല്ല മുസ്ലിം ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുകയുള്ളൂ. അതും നയതന്ത്ര പ്രതിനിധികൾക്കും മാത്രം. സാധാരണക്കാരായ ആളുകൾക്ക് ഒരിക്കലും അവിടെ നിന്ന് മദ്യം വാങ്ങാൻ കഴിയുകയില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സൗദി അറേബ്യ മദ്യനിരോധനം പിൻവലിക്കുമെന്ന് തന്നെയാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം UK-യിലെ സൗദി അംബാസഡർ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു, ഒരു കാരണവശാലും മദ്യനിരോധനം ഞങ്ങൾ പിൻവലിക്കുകയില്ല എന്ന്. ഇക്കാര്യത്തിൽ ബ്രിട്ടനിലെ ചില ഫുട്ബോൾ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പരസ്യമായി പ്രതിഷേധവും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സൗദി അറേബ്യ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാംസ്കാരിക സ്വത്വം നഷ്ടപ്പെടാതെ ലോകത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സൗദി സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവനയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് എന്നാണ് ഇപ്പോൾ സൗദിയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൈസൻസുള്ള സ്ഥലങ്ങളിൽ ബിയറും വൈനും ഒക്കെ തന്നെ വിൽക്കാൻ സൗദി അറേബ്യ തയ്യാറാകും എന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായിരിക്കുകയാണ്. ഏതായാലും ഫുട്ബോൾ പ്രേമികൾ 2034 സൗദി അറേബ്യയിൽ ലോകകപ്പ് ഫുട്ബോൾ കാണാനെത്തുമ്പോൾ അവർക്ക് മദ്യം ലഭ്യമാവുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സൗദി സർക്കാരിൻ്റെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.